എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ നാളെ അവസാനിക്കും. അതായത് സ്പോട്ട് അഡ്മിഷനുള്ള രജിസ്ട്രേഷൻ നാളെ അവസാനിക്കും. ജൂലൈ 21 വരെയാണ് വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക. ഇതുവരെ അപേക്ഷ സമർപ്പിക്കുകയും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഘട്ടത്തിൽ കൗൺസിലിംഗിന് രജിസ്ട്രേഷൻ ചെയ്യാം. അതായത് ഇതുവരെ നിങ്ങൾ പോളിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇവിടെ കൗൺസിലിംഗ് ഓർ സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ഇവിടെ ആപ്ലിക്കേഷൻ നമ്പറോ അല്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പറോ അല്ലെങ്കിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പറോ നൽകുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് നൽകിയ ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് നൽകുക. അതിനുശേഷം നിങ്ങൾക്ക് അതായത് ഡേറ്റ് ഓഫ് ബർത്ത് കൂടി നൽകിയ ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഓരോ ജില്ലകൾ ഈ ഒരു രീതിയിൽ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഒരു വിദ്യാർത്ഥിക്ക് 3 ജില്ലകളിലേക്ക് പരമാവധി അപേക്ഷിക്കാം. ഈ ഒരു 3 ജില്ലകൾ കൂടാതെ നിങ്ങൾക്ക് ഇടുക്കി അതുപോലെ തന്നെ വയനാട് എന്നീ ജില്ലകൾ കൂടി എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ ജില്ലകളിലെ നോഡൽ പോളിടെക്നിക് കോളേജും കൊടുത്ത ശേഷം അതായത് ആകെ 3 നോഡൽ പോളിടെക്നിക് കോളേജും അതുപോലെ അതിനോടൊപ്പം ഇടുക്കിയും വയനാടും എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ പ്രിൻറ്റ് കൗൺസിലിംഗ് ഓർ സ്പോട്ട് രജിസ്ട്രേഷൻ സ്ലിപ്പ് എന്ന് കാണാം. ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഇവയിൽ ഏതെങ്കിലും കൊടുത്ത് ഡേറ്റ് ഓഫ് ബർത്ത് കൂടി നൽകി ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വേക്കൻസി പൊസിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഏത് പോളിടെക്നിക് കോളേജിലാണ് അതായത് ഏത് ജില്ലയിലെ പോളിടെക്നിക് കോളേജിലെ വേക്കൻസിയാണ് അറിയേണ്ടത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വേക്കൻസി ലിസ്റ്റ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എത്ര വീതം വേക്കൻസി ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് അഡ്മിഷനുള്ള രജിസ്ട്രേഷൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു കൗൺസിലിംഗ് ഷെഡ്യൂൾ കറക്റ്റായിട്ട് പരിശോധിക്കുക എന്നുള്ളതാണ്. ഇവിടെ കൗൺസിലിംഗ് ഓർ സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് പോളിടെക്നിക് കോളേജിലാണ് അതായത് ഏത് ജില്ലയിലെ നോഡൽ പോളിടെക്നിക് കോളേജാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അതിന് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ ആ ഒരു കൗൺസിലിംഗിൻ്റെ ഷെഡ്യൂൾ വന്നതായിട്ട് കാണാം. ഞാനിപ്പോൾ തിരുവനന്തപുരത്തുള്ള സെൻട്രൽ പോളിടെക്നിക് കോളേജിൻ്റെതാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് തിരുവനന്തപുരം ജില്ലയിലെ വിവിധ പോളിടെക്നിക് കോളേജിലേക്കുള്ള 1ാം വർഷ ഡിപ്ലോമ സ്പോട്ട് അഡ്മിഷൻ 2024 ജൂലൈ മാസം 23, 24, 25 തീയതികളിൽ താഴെ പറയുന്ന സമയക്രമം അനുസരിച്ച് വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക് കോളേജിൽ വെച്ച് നടത്തുന്നതാണ് എന്നുള്ളത് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഓരോ പോളിടെക്നിക് കോളേജിൻ്റെയും ഇതേ രീതിയിൽ ഷെഡ്യൂൾ വന്നിട്ടുണ്ടാകും. അപ്പോൾ അതിലുള്ള തീയതി ഇവിടെ നൽകിയിട്ടുണ്ട്. 23-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് ആരൊക്കെ ഹാജരാകണം എന്ന് നൽകിയിട്ടുണ്ട്. സ്ട്രീം 1 റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭിന്നശേഷിക്കാർ, കുശവൻ, പട്ടികവർഗം, അതുപോലെ കുടുംബി, അനാഥർ, THSLC സർട്ടിയിട്ടുള്ളവർ, അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ സർട്ടിയിട്ടുള്ളവർ, VHSC സർട്ടിയിട്ടുള്ളവർ, കേരളത്തിൽ നിന്നുള്ള CRPF ഉദ്യോഗസ്ഥരുടെ മക്കൾ, അതുപോലെ വനിതാ പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ HCT വിഭാഗത്തിൽ താല്പര്യമുള്ള ശ്രവണശേഷി കുറഞ്ഞവർ എന്നീ വിഭാഗങ്ങളിലുള്ള എല്ലാവരും എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അതേ ദിവസം തന്നെ രാവിലെ 11 മണിക്ക് സ്ട്രീം 1 റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട 6000 വരെയുള്ള അതായത് 1 മുതൽ 6000 വരെയുള്ള എല്ലാ വിഭാഗക്കാരും ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കണം. അന്നേ ദിവസം തന്നെ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം സ്ട്രീം 1 റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട 6001 മുതൽ 12000 വരെയുള്ള എല്ലാ വിദ്യാർത്ഥികളും എല്ലാ വിഭാഗത്തിലുള്ളവരും ഈ ഒരു അലോട്ട്മെൻറ്റ് സ്പോട്ട് അഡ്മിഷന് വേണ്ടി ആ ഒരു കോളേജിൽ പോകണം. അതിനുശേഷം 24-ാം തീയതി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അന്നത്തെ ദിവസം സ്ട്രീം 1-ൽ തന്നെയുള്ളവരുടെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. എത്ര റാങ്ക് വരെയുള്ള വിദ്യാർത്ഥികൾ ഇന്ന സമയം ഹാജരാവണം എന്നുള്ളത്. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് 25-ാം തീയതി കാണാം. ഇവിടെ സ്ട്രീം 2 റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭിന്നശേഷിക്കാർ, കുശവൻ, കുടുംബി, പട്ടികവർഗം എന്നീ വിഭാഗങ്ങളിലുള്ള എല്ലാവരും ആ ഒരു രാവിലെ 9 മണിക്ക് ഹാജരാവണം. അത് 25-ാം തീയതിയാണ്. അതുപോലെ തന്നെ സ്ട്രീം 2 റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളും റാങ്ക് 20,000 വരെയുള്ള എല്ലാ വിഭാഗക്കാരും ഈ ഒരു രാവിലെ 10 മണിക്ക് 25-ാം തീയതി ആ ഒരു പോളിടെക്നിക് കോളേജിൽ പോകണം. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഉച്ചയ്ക്ക് 12 മണിക്ക് ഈ ഒരു സ്ട്രീം 2 റാങ്കിലുള്ള അതായത് ലിസ്റ്റിൽ ഉൾപ്പെട്ട റാങ്ക് 20,001 മുതൽ 30,000 വരെയുള്ള EWS മറ്റ് പിന്നോക്ക സമുദായങ്ങൾ അതുപോലെ പട്ടികജാതി എന്നീ വിഭാഗക്കാർ എന്നിവർ ആ ഒരു സമയത്ത് ഹാജരാവണം. അതുപോലെ അന്നത്തെ ദിവസം തന്നെ ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് സ്രാസ്റ്റയ പോളിടെക്നിക് കോളേജ് LBS ITW കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള സ്ട്രീം 1 റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള 30,001 മുതലുള്ള എല്ലാവരും എന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ കറക്റ്റായിട്ട് അതിൻ്റെ ആ ഷെഡ്യൂൾ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് ആ ഷെഡ്യൂൾ നോക്കുക. ഇനി വിദ്യാർത്ഥികൾ ഇവിടെ സ്ട്രീം 1 എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി വിഭാഗത്തിൽപ്പെടുന്ന കോഴ്സുകളാണ് സ്ട്രീം 1. സ്ട്രീം 2 എന്ന് പറഞ്ഞാൽ DCP ഓർ CAB, CABM എന്നീ കോഴ്സുകളാണ്. അതുപോലെ തന്നെ പങ്കെടുക്കുന്നവർ എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും ഒറിജിനൽ ഹാജരാക്കണം. അഡ്മിഷന് വിദ്യാർത്ഥികളോടൊപ്പം രക്ഷിതാവ് നിർബന്ധമായിട്ടും ഹാജരാവണം. അതുപോലെ തന്നെ ഭിന്നശേഷി വിഭാഗത്തിലുള്ള അപേക്ഷകൻ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതാണ്. അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ ഫീസ് ഓർ UPI ഓർ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് വഴി ഫീസ് അടക്കേണ്ടതാണ്. PTA ഫണ്ട് പൈസയായിട്ട് അടക്കേണ്ടതാണ്. PTA ഫണ്ട് നിങ്ങൾക്ക് പൈസയായിട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം
നിങ്ങൾക്ക് 2700 രൂപ വരുന്നതാണ്. അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ഒരു പോളിടെക്നിക് കോളേജിൽ അതിനുള്ള സൗകര്യം നിങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ടാകും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു പൈസ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ്, അതായത് ATM കാർഡ് ഉണ്ടാവും, അതിനാണ് ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡെബിറ്റ് കാർഡ് നിങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ UPIയോ അതായത് ഗൂഗിൾ പേ ഒക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഏതൊക്കെയാണുള്ളത് അത് വെച്ചിട്ടൊക്കെ അടക്കാവുന്നതാണ്. അപ്പോൾ അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ഇത് അടുത്തത് കൊല്ലത്തുള്ള ആ ഒരു കോളേജാണ്, അതായത് കൊല്ലം പുനലൂരുള്ള കോളേജാണ്. ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് പുനലൂരാണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെ വിദ്യാർത്ഥികൾ, ഏതൊക്കെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ ഏത് സമയത്ത് ഹാജരാകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ, അത് പ്രവേശനത്തിന് ഹാജരാകുന്നവർ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം, പ്രോസ്പെക്ടസ് പ്രകാരമുള്ള ഫീസ് അടക്കണം, PTA ഫണ്ട് ഒഴികെയുള്ള തുക ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് മുഖേന അടക്കേണ്ടതാണ്. മറ്റേതെങ്കിലും ഗവൺമെൻറ് എയ്ഡഡ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ നേടിയിട്ടുണ്ടെങ്കിൽ അഡ്മിഷൻ സ്ലിപ്പ്, ഫീസ് അടച്ച റെസിപ്റ്റ് എന്നിവ ഹാജരാക്കണം. സ്വാശ്രയ പോളിടെക്നിക് കോളേജിൽ പ്രവേശനം നേടിയവർ ഗവൺമെൻറ് ഓർ എയ്ഡഡ് പോളിടെക്നിക് കോളേജിൽ പ്രവേശനം നേടുന്ന പക്ഷം ഫീസ് അടക്കേണ്ടതാണ്. അതുപോലെ തന്നെ അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ഒരു നമ്പറും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ വിളിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ആ ഒരു ഏതൊക്കെ പോളിടെക്നിക് കോളേജിലെ ആ ഒരു നോഡൽ പോളിടെക്നിക് കോളേജിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്തത് അതിനനുസരിച്ച് ആ ഒരു ഷെഡ്യൂൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. ഇനി വിദ്യാർത്ഥികൾക്ക് ഒന്നിൽ കൂടുതൽ ജില്ലയിലേക്ക് അപേക്ഷ സമർപ്പിച്ച് ഒരേ ദിവസം തന്നെയാണ് ഈ ഒരു അലോട്ട്മെൻറ്റ്, അതായത് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ജില്ലയിൽ നിങ്ങളുടെ ബ്രദേഴ്സിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷിതാക്കളെ ആരെങ്കിലുമൊക്കെ അയക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് വിദ്യാർത്ഥികൾ ഒരു പ്രോക്സിയെ ചുമതലപ്പെടുത്തണം. പ്രോക്സി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പകരം നിങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒരാളെയാണ് പ്രോക്സി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫോം ഓഫ് ഓതറൈസേഷൻ ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് ആ ഒരു PDF ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു PDF കറക്റ്റായിട്ട് നിങ്ങൾ, അതായത് ഇവിടെ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ ഫില്ല് ചെയ്ത് നിങ്ങൾ അതായത് നിങ്ങളിപ്പോൾ ആരെയാണ് അയക്കുന്നത് അവരുടെ കയ്യിൽ ഈ ഒരു ഫോമും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് സ്ലിപ്പിൻ്റെ മറ്റൊരു പ്രിൻ്റ് ഔട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവിധ സർട്ടിഫിക്കറ്റും നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്തുകൊണ്ടും നിങ്ങൾ അവരുടെ കയ്യിൽ ഏൽപ്പിക്കണം. അതിനുശേഷം നിങ്ങൾ ഏത് കോളേജിലാണ് പോകുന്നത് ആ ഒരു കോളേജിൽ എല്ലാവിധ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഫീസ് അടക്കാനുള്ള ATM കാർഡ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവിധ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ നിങ്ങളുടെ രക്ഷിതാവിനെയും കൂട്ടിയിട്ടായിരിക്കണം നിങ്ങൾ പോവേണ്ടത്. അതുപോലെ തന്നെ കൗൺസിലിങ്ങിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇത് കറക്റ്റായിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ നൽകിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളും ഓൺലൈനായിട്ട് പ്രത്യേകം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ കൗൺസിലിങ്ങിൽ പങ്കെടുപ്പിക്കുന്നതല്ല എന്നുള്ളത് പ്രത്യേകം നൽകിയിട്ടുണ്ട്. അതുപോലെ റാങ്ക് ലിസ്റ്റിൽ പേരുള്ള അപേക്ഷകർക്ക് കൗൺസിലിങ്ങിൽ ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ 21-ാം തീയതി വരെയാണ് കൗൺസിലിങ്ങിൻ്റെ സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ ഈ 22 മുതൽ 26-ാം തീയതി വരെയാണ് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഷെഡ്യൂൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് 3 ജില്ലകളിലേക്ക് അപ്ലൈ ചെയ്യാം. ആ ഒരു 3 ജില്ലകൾക്ക് പുറമെ ഇടുക്കി, വയനാട് ജില്ലകൾ അധികമായിട്ട് ചേർക്കാൻ തടസ്സമുണ്ടായിരിക്കുന്നതല്ല. അതുപോലെ വിദ്യാർത്ഥികൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്ത ശേഷം അതിൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ട്, രജിസ്ട്രേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നിലവിൽ അഡ്മിഷൻ ലഭിച്ചവർ സ്ഥാപന മാറ്റമോ ബ്രാഞ്ച് മാറ്റമോ ആഗ്രഹിക്കുന്നവർക്കും പുതുതായിട്ട് അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നവർക്കും പങ്കെടുക്കാവുന്നതാണ്. നിലവിൽ പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ള അപേക്ഷകരാണെങ്കിൽ അഡ്മിഷൻ സ്ലിപ്പോ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റോ ഹാജരാക്കിയാൽ മതിയാകും. സ്വാശ്രയ പോളിടെക്നിക് കോളേജുകളിലെ മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകളിലേക്ക് പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ നിങ്ങളുടെ എല്ലാവിധ സർട്ടിഫിക്കറ്റുകളുടെയും പകർപ്പും അതുപോലെ തന്നെ അഡ്മിഷൻ സ്ലിപ്പോ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റോ അഡ്മിഷൻ ലഭിച്ചതിൻ്റെ ആ രേഖകളും ഹാജരാക്കേണ്ടതാണ്. കൗൺസിലിംഗ് സമയത്ത് അപേക്ഷകന് അപ്പോൾ ഒഴിവുള്ള എല്ലാ സീറ്റുകളിലേക്കും കോളേജും അതുപോലെ ബ്രാഞ്ചും പുതുതായിട്ട് നിങ്ങൾക്ക് ചേർക്കാൻ സാധിക്കുകയും മുഴുവൻ ഫീസ് അടച്ച് അഡ്മിഷൻ എടുക്കാവുന്നതുമാണ്. ഫീസ് അടച്ച് അഡ്മിഷൻ എടുക്കാത്ത അപേക്ഷൻ്റെ അഡ്മിഷൻ റദ്ദാക്കപ്പെടുന്നതും ലിസ്റ്റിലെ ക്രമം അനുസരിച്ച് ഹാജരായിട്ടുള്ള അടുത്ത അപേക്ഷന് ആ ഒരു അവസരം നൽകുന്നതായിരിക്കും. അതുപോലെ ഒന്നിൽ കൂടുതൽ ജില്ലകളിൽ ഒരേ സമയം പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിശ്ചിത മാതൃകയുള്ള പ്രോക്സി ഫോം അപേക്ഷനും രക്ഷിതാവും ഒപ്പിട്ടത് ഹാജരാക്കണം. അപേക്ഷ നിർദ്ദേശിക്കുന്ന പ്രോക്സിയാണ് ഹാജരാകുന്നതെങ്കിൽ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ അപേക്ഷകൻ സാക്ഷ്യപ്പെടുത്തത് സഹിതം, അത് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ളത് സഹിതം ഹാജരാക്കേണ്ടതാണ്. എന്നാൽ അപേക്ഷകൻ ഹാജരാകുന്ന ജില്ലയിൽ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ നിർബന്ധമായിട്ടും കൊണ്ടുവരണം. അതുപോലെ ഒരു അപേക്ഷകൻ ഒന്നിൽ കൂടുതൽ ജില്ലകളിൽ അഡ്മിഷൻ നേടിയാൽ അവസാനം നേടിയിട്ടുള്ള അഡ്മിഷൻ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അതിനാൽ തന്നെ വിദ്യാർത്ഥികൾ അതിനു മുമ്പ് നേടിയ അഡ്മിഷൻ സ്വമേധയാ റദ്ദ് ചെയ്യപ്പെടും. അതിനാൽ ഒന്നിൽ കൂടുതൽ ജില്ലകളിലേക്ക് പങ്കെടുക്കുന്നവർ അവരുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തേണ്ടതാണ്. അതായത് ഒന്നിൽ കൂടുതൽ ജില്ലകളിൽ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആരാണോ അയച്ചിട്ടുള്ളത് അവരെ വിളിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടിയെന്നുള്ള കാര്യം കറക്റ്റായിട്ട് പറയേണ്ടതാണ്. അതാണ് അത് ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ അപേക്ഷാ ഫോറത്തിൽ പ്രതിപാദിക്കാത്ത അവകാശവാദങ്ങൾ കൗൺസിലിംഗ് സമയത്ത് യാതൊരു കാരണവശാലും അംഗീകരിക്കില്ല. അതുപോലെ ഏതെങ്കിലും കാരണവശാൽ കൗൺസിലിംഗിൻ്റെ രജിസ്ട്രേഷന് ബുദ്ധിമുട്ട് നേരിടുന്ന അപേക്ഷകർക്ക് തൊട്ടടുത്തുള്ള പോളിടെക്നിക് കോളേജിലെ ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് തരുന്നതാണ്.
അപ്പോൾ ഇത്രയുമാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കുള്ള ഈ ഒരു ഫീ ഡീറ്റെയിൽസും അതുപോലെ മറ്റ് കാര്യങ്ങളും ഇവിടെ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തെടുത്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഫീ പേയ്മെൻറ്റ് അറിയാനായിട്ട് ജസ്റ്റ് നിങ്ങൾ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഏത് പേജിലാണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് പറഞ്ഞു തരാം. ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ഈ ഒരു ഫീ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ്, അതായത് 29ാമത്തെ പേജിലാണ് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ഉള്ളത്. അതായത് ഫീ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്ന പ്രകാരമുള്ള ഫീസാണ് നിങ്ങൾക്ക് വരിക. അതായത് ഗവൺമെൻറ് കോളേജിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 4000, 5000, അതായത് ആ ഒരു റേഞ്ചിലാണ്. അതായത് ടോട്ടൽ ഒരു 10000 രൂപയ്ക്കുള്ളിലാണ് ഫീസ്, എല്ലാ വിധത്തിലുള്ള ഫീസുകളും വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോസ്റ്റ് ഷെയറിംഗ്, അതായത് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് IHRD കോളേജിൽ, അതുപോലെ തന്നെ ക്യാപ്പിൻ്റെ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജിൽ എത്രയാണ് ഫീസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു അതായത് സെൽഫ് ഫിനാൻസ് കോളേജിലെ ഗവൺമെൻറ് അതുപോലെ മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്ക് എത്രയാണ് ഫീസ് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇത് നിങ്ങൾ വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഗവൺമെൻറ് പോളിടെക്നിക് അല്ലെങ്കിൽ എയ്ഡഡ് പോളിടെക്നിക് കോളേജിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10,000 രൂപയ്ക്കുള്ളിൽ മാത്രമാണ് ആകെ ഫീസ് വരുന്നത്. നിങ്ങൾക്ക് IHRD പോലുള്ളവയിൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം വരുന്നത് ഈ ഒരു 15,000 രൂപയ്ക്കുള്ളിലും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അതായത് ക്യാപ്പ് കോളേജ്, അത് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് ക്യാപ്പ് കോളേജുകളിലാണ് കിട്ടുന്നത് ഏകദേശം ഒരു 18,000 രൂപയ്ക്കകത്തും. അതുപോലെ ഗവൺമെൻറ് സീറ്റ് മാനേജ്മെൻറ്റ് സീറ്റിൽ ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു അതായത് നിങ്ങൾക്ക് ഏകദേശം വരുന്ന ഫീസ് ഒരു 50,000 രൂപയ്ക്കുള്ളിലാണ് ആ ഒരു ഫീസ് സെൽഫ് ഫിനാൻസിലാണെങ്കിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു 29ാമത്തെ പേജിൽ കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.